അപ്പോൾ വീണ്ടും ഐശ്വര്യത്തിൻ്റെ ഒരു വിഷുക്കാലം വരവായി. വിഷു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്നത് യെല്ലോ കളർ ഫ്ലവേഴ്സാണ്, അതായത് നമ്മുടെ കണിക്കൊന്ന. അപ്പോൾ കണിക്കൊന്ന പോലെ തന്നെ അത്ര സന്തുഷ്ടമായ അല്ലെങ്കിൽ അത്ര ഭംഗി തരുന്ന ഒരു സാരിയാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. നമ്മുടെ വിഷു കളക്ഷൻ്റെ സീരീസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ നമ്മുടെ പുതിയ കളക്ഷനാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ കളക്ഷൻ വരുന്നത്. പ്യുവർ കോട്ടൺ സാരിയിൽ സ്ട്രൈപ്പ് പാറ്റേണോട് കൂടിയിട്ട് വന്നേക്കുന്ന കസവ് സാരിയാണ് നമ്മൾ ബേസ് ആയിട്ട് എടുത്തേക്കുന്നത്. ആൻഡ് സാരിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ഫ്ലോറൽ പാറ്റേണിൽ വരുന്ന ത്രെഡ് എംബ്രോയ്ഡറി വർക്കാണ്. അത് നമ്മൾ മൾട്ടി കളേഴ്സിലായിട്ടാണ് ഈ ഒരു വർക്ക് കൊടുത്തേക്കുന്നത്. ഈ ഒരു സാരിയുടെ തന്നെ 3 ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലാണ് നമ്മൾ ഈ ഒരു കളക്ഷൻ കൊണ്ടുവന്നേക്കുന്നത്. ഈ ഒരു സാരി കോട്ടൺ ഫാബ്രിക്കിൽ വരുന്നതുകൊണ്ട് തന്നെ ആ ഒരു എംബ്രോയ്ഡറിയും ആ ഒരു ലൈൻ പാറ്റേൺ ഒക്കെ ആവുമ്പോൾ നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പം നമ്മൾ ഡ്രേപ്പ് ചെയ്ത് വെച്ചേക്കുന്ന കണ്ടാൽ തന്നെ അറിയാം ഭയങ്കര ഭംഗിയാണ്. നമുക്കത് ക്യാരി ചെയ്യാനാണെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റിയ ഒരു കളക്ഷനാണിത്. അതുപോലെ തന്നെ നമ്മളിപ്പം ഈ ഒരു സാരി ഇവിടെ പെയർ ചെയ്തേക്കുന്നത് നമ്മുടെ തന്നെ റെനി ഫാബ്രിക്സിൻ്റെ കളക്ഷനിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ബ്ലൗസ് പീസ് വെച്ചാണ് നമ്മൾ ഈ ഒരു ബ്ലൗസ് പീസ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇത് വരുന്നത് ബനാറസി ബ്രൊക്കേഡ് ഫാബ്രിക്കിലാണ്. സോ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ സ്റ്റൈൽ ചെയ്യാം. ഇല്ല, ഇതിൽ തന്നെ നമുക്ക് വിത്ത് ബ്ലൗസ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത്. ആ ഒരു ബ്ലൗസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സാരിയുടെ കൂടെ പെയർ ചെയ്യാം. സോ ഈ ഒരു വിഷുക്കാലത്ത് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഭംഗിയായി കാണിക്കാൻ പറ്റുന്ന ഒരു സാരിയാണിത്. സോ പ്യുവർ കോട്ടൺ കസവ് സാരിയിലാണ് നമ്മൾ ഈ ഒരു സാരി ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു വിഷുക്കാലവും അതുപോലെ തന്നെ ഉത്സവങ്ങളുടെ സീസൺ കൂടെയാണ് ഇപ്പം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ബ്ലൗസ് പീസസ് ആണെങ്കിലും സാരീസ് ആണെങ്കിലും യുണീക്ക് ആയിട്ടുള്ള കളക്ഷൻസ് പർച്ചേസ് ചെയ്യാനായിട്ട് ഹോണർ ഏജൻസിയിലേക്ക് വന്നാൽ മതി. നമ്മൾ ഒത്തിരി കളക്ഷൻസ് ആണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഈ ഒരു ടീ സ്റ്റാൻഡിൽ ഈ ഒരു സാരി ഡ്രേപ്പ് ചെയ്തപ്പോൾ തന്നെ നോക്കിക്കേ എന്തൊരു ഭംഗിയാണ്. അപ്പോൾ നമ്മളിത് വെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ആൻഡ് ഇതിൻ്റെ ഈ ഒരു ഫ്ലോറൽ പാറ്റേൺ ആണല്ലോ. ഇപ്പം ഈ ഒരു സാരിയിൽ നമ്മൾ കൊടുത്തേക്കുന്നത് പിങ്ക് യെല്ലോ കോമ്പിനേഷനിൽ വരുന്ന ഫ്ലവർ ഡീറ്റെയിലിംഗ് ആണ്. അതുപോലെ തന്നെ നമുക്ക് മെറൂൺ, അതുപോലെ തന്നെ നമുക്കൊരു റെഡ് കോമ്പിനേഷനിൽ വരുന്ന സാരിയുടെ കളക്ഷൻ കൂടെ കാണാം. സോ ഈ ഒരു കളക്ഷനിൽ നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ ആണിത്. റെഡ് യെല്ലോ കോമ്പിനേഷനിലാണ് ഈ ഒരു സാരി വന്നേക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ഒരു മെറൂൺ കോമ്പിനേഷനിൽ, യെല്ലോ ആണ് എല്ലാത്തിലും ബേസ് വന്നേക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ കോമ്പിനേഷനാണ് മാറ്റി കൊടുത്തേക്കുന്നത്. ഇത് മെറൂൺ യെല്ലോ കോമ്പിനേഷനിൽ വരുന്ന സാരിയാണ്.